ഛേദിക്കണം. ആ മുഹമ്മദ് നബിയുടെ കൈ ഞങ്ങൾക്ക് വെട്ടിമുറിക്കണം. ഇതല്ലാതെ ഒരു പരിഹാരമില്ലെന്ന് പറയുമ്പോ കടന്നുകൊണ്ട് പറയുകയോ നിങ്ങളുടെ നേതാവിന്റെ രൂപമുണ്ടാക്കുവാറോ നിങ്ങളുടെ കരളിന്റെ കച്ചത്തിന്റെ രൂപമുണ്ടാക്കുവാറോ ഒരിക്കലും നിങ്ങളെ സമ്മതിക്കൂല. നിങ്ങളുടെ പുണ്യനബിയുടെ ശരീരത്തിൽ ഒരു പൊടി പറ്റാ നിങ്ങളുടെ പുണ്യനബിയുടെ ഒരു പ്രതിമയുണ്ടാക്കിയിട്ട് അതിന്റെ കണ്ണ് മുറിക്കാൻ അവിടത്തെ മൂക്ക് മുറിക്കോ നിങ്ങളുടെ മുന്നിൽ വെച്ച് നടക്കില്ല, സാധിക്കില്ലോ. ക്രിസ്ത്യാനികളോട് പറഞ്ഞതെന്തും മുറിയോ മുസ്ലിമീങ്ങളുണ്ടല്ലോ ജീവനോടെ കൈവട്ടി മാറ്റിക്കോ, ജീവനോടെ മൂക്ക് മുറിച്ചു മാറ്റിക്കോ. എന്നാലും ഞങ്ങളുടെ നേതാവിനത്തോട എന്നാലും ഞങ്ങളുടെ പുണ്യനബിയത്തോട നിങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുമ്പോ ക്രിസ്ത്യാനികൾ പറയുന്നു അല്ലാഹുവിനോട് അവിടെന്ന് പറയുന്നു അമ്പേ ഇവരാരെയും ഞങ്ങൾക്ക് വേണ്ട, ഇവരാരെയും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് വേണ്ടത് ആരെയും അറിയോ? ഇവരിൽ ഏറ്റവും കൂടുതൽ നബിയെ സ്നേഹിക്കുന്നത് നീയാണ്. ഇവരിൽ ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കുന്നത് നീയാണ്. ഇവന്റെ നേതാവ് നീയല്ലേ, ഇവരുടെ നേതാവ് നീയല്ലേ. അതുകൊണ്ട് അംർ ഇബ്നുൽ ആസ് നീ തയ്യാറാണോ? നീ തയ്യാറാണോ? അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു 100 വട്ടം സമ്മതിച്ചിരിക്കുന്നു. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, നിങ്ങൾ തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചോ. എന്റെ നേതാവിനെ തൊടല്ലേ, എന്റെ നേതാവിനെ ഒന്നും പറയല്ലേ, എന്റെ നേതാവിന്റെ ബിംബം ഉണ്ടാക്കല്ലേ. അല്ലാഹുവേ ജനങ്ങളെ മുഴുവനും വിളിച്ചു കൂട്ടുകയാണ്. ഗവർണറാണ്, മുസ്ലിമീങ്ങളുടെ നേതാവാണ്. എല്ലാവരും വല്ലാത്ത കരച്ചലാ, എല്ലാ മുസ്ലിമീങ്ങളും വല്ലാത്ത സങ്കടത്തിലാ. അവിടുന്ന് പറഞ്ഞു നിങ്ങളാരും അനങ്ങി പോകരുത്, നിങ്ങളാരും ഒന്നും ചെയ്തു പോകരുത്. എന്റെ പ്രിയമുള്ളവരെ നാട്ടുകാരെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞ ദിവസം പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി നോക്കുകയോ. എല്ലാവരും കരയുകയോ, മുസ്ലിമീങ്ങൾ മുഴുവനും വല്ലാത്ത സങ്കടത്തിലാ. ചിരിക്കുന്ന മുഖത്തോടെ നിൽക്കുകയാണ് സഹോദരാ. അവസാനം അവിടുത്തെ മൂക്ക് മുറിക്കുന്നതിന് വേണ്ടി, കൈവെട്ടി മുറിക്കുന്നതിന് വേണ്ടി വാളും പിടിച്ചുകൊണ്ടൊരു മനുഷ്യൻ തന്റെ മുന്നിലേക്ക് കിടന്നു വന്നപ്പോ കൊണ്ട് വെട്ടാവരുന്നവന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുകയാ. പഠിച്ചവര് പോയാലെന്റെ ജീവനല്ലേ പോകൂ, പോയാലെന്റെ ജീവനല്ലേ പോ. എന്റെ നേതാവിന് വേണ്ടിയല്ലോ, ലോകത്തിന്റെ നേതാവിന് വേണ്ടിയല്ലോ എന്നെ നാളെ പ്രവാചകന് സ്വർഗത്തിൽ കൊണ്ടുപോകുമല്ലോ. വെട്ടാവരുന്നവന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു പേടിയുമില്ലാതെ ചിരിക്കുകയാ. വെട്ടുന്നതിന് വേണ്ടി വാളുയർത്തിയ മനുഷ്യനുണ്ടല്ലോ അല്ലാഹുവിന്റെ ആ മുഖത്തെ പുഞ്ചിരി കണ്ടപ്പോ തന്റെ കയ്യിലിരുന്ന വാളങ്ങ് വലിച്ചെറിയുകയാ. ആ പ്രവാചക സ്നേഹിയെ കണ്ടപ്പോ, ലോകത്തിന്റെ നേതാവിനെ സ്നേഹിക്കുന്ന ഒരു അനുചരനെ കണ്ടപ്പോ തന്റെ കയ്യിലിരുന്ന വാളങ്ങ് വലിച്ചെറിഞ്ഞിട്ട് ഇങ്ങനെ ഒരാളെ കണ്ടിട്ട് ഞാൻ നന്നായില്ലെങ്കിലോ ഇത് എന്നാ പടച്ചവനെ നന്നാകുന്നത്. ന്റെ കയ്യിൽ പിടിച്ചിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ കുടക്കികളിലേക്ക് കടന്നു വരുമ്പോ ചെറുപ്പക്കാരാ സ്നേഹം അതാണടാ പൊന്നുപോലോ, റസൂലുള്ളാഹിയോടുള്ള മഹബ്ബത്ത് അതാണടാ പൊന്നുപോലോ. നിന്റെ ഹൃദയത്തിന്റെ അകത്ത് പ്രവാചകനോട് മഹബ്ബത്തുണ്ടോ? സ്വന്തം മാപ്പയുടെ തലവെട്ടിക്കൊണ്ടുവന്ന ഒരു സമുദായത്തിന്റെ അനുയായിയല്ലോ. സ്വന്തം പിതാവ് പ്രവാചകന്റെ മുന്നിലേക്ക് കിടന്നു വന്നിട്ട് അവിടുന്ന് പൊന്നുമകനോട് പറയുന്നു, എടാ നീ പിഴച്ചുണ്ടായവനാടാ, നീ